ചേലക്കര LF സ്കൂളിലെ കുട്ടികളാണ്. ആ പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞ് തളർന്നത് കൊണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഭക്ഷണം കഴിച്ച് വീണ്ടും എനർജറ്റിക് ആയിട്ട് വേണം തിരിച്ച് സ്കൂളിൽ പോവാൻ അല്ലേ? എന്ത് വേണം? പവറായിട്ട് വേണം പോവാൻ. ഭക്ഷണം കഴിച്ച് പവറായിട്ട് വേണം നമുക്ക് തിരിച്ചു പോകാൻ. എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? കൊള്ളാം, അടിപൊളിയായിരുന്നു. പെർഫോമൻസ് കഴിയുമ്പോൾ നമുക്ക് നല്ല സന്തോഷമാണോ അതോ അയ്യോ കുറച്ചും കൂടെ നന്നാക്കായിരുന്നു അങ്ങനെ തോന്നിയോ? സന്തോഷമായിരുന്നു. അപ്പോൾ നമ്മൾ ഹാപ്പിയാണ് പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞ്. വയ്യാണ്ടായോ? കുറേയൊക്കെ അതങ്ങനെയാണല്ലേ, ഇത്രയും വെയിലുണ്ട്, നമ്മൾ കുറേ ടൈം എടുത്ത് ചെയ്യുമ്പോൾ നല്ല എനർജി വേണ്ട ഒരു പെർഫോമൻസ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും വയ്യാണ്ടാവും. അപ്പോൾ വീണ്ടും എനർജറ്റിക് ആവാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അതെ. അപ്പോൾ നമ്മുടെ സ്കൂളിൽ നിന്ന് നിങ്ങൾ തന്നെ സ്ഥിരം അങ്ങനെ പ്രാക്ടീസ് ഒക്കെ ചെയ്യാറില്ലേ സ്കൂളിൽ? അങ്ങനെ നമ്മൾ കുറേ ദിവസത്തെ പ്രാക്ടീസിന് ശേഷമാണ് ഇന്നൊരു ദിവസം പെർഫോം ചെയ്യാനായിട്ട് വന്നത് അല്ലേ? 20 പേരല്ലേ ടീമിൽ? എല്ലാവരുടെയും പേര് ചോദിച്ചെത്താൻ ബുദ്ധിമുട്ടായിരിക്കും. എല്ലാവരും അവിടെ ഇവിടെ ഇരുന്ന് അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ പേര് ചോദിക്കാൻ വരുന്നില്ല. എന്തായാലും രാവിലെ നേരത്തെ ഇറങ്ങിയിട്ടാവും, സ്കൂളിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് ഈ ഒരു പെർഫോമൻസിനായിട്ട് നമ്മളിങ്ങനെ കാത്തിരുന്ന് വന്ന് പെർഫോം ചെയ്തു. ഇനി റിസൾട്ടിന് വരെ വെയിറ്റ് ചെയ്യോ? റിസൾട്ട് അറിഞ്ഞിട്ടേ പോകണുള്ളൂ അല്ലേ? അപ്പം എന്തായാലും നിങ്ങൾ ഭക്ഷണം കഴിക്കൂ. ടീച്ചേഴ്സിനോട് ചോദിക്കാം എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ പെർഫോമൻസ്. ഇവര് നന്നായി ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഇത് കാണുന്ന സമയത്ത് നമ്മുടെ കുട്ടികളുടെയും അതുപോലെ വേറെ സ്കൂളിലെ കുട്ടികളുടെ ഒക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം കൂടെ കാണുമ്പോൾ ടെൻഷനൊക്കെ വരും. നമ്മുടെ കുട്ടികൾ എങ്ങനെ ചെയ്തില്ല, അയ്യോ അങ്ങനെ കുറേ ചിന്തകൾ വരുമോ മനസ്സിൽ? നന്നായി വരും. പക്ഷെ എൻ്റെ മക്കൾ നന്നായി ചെയ്തു, അതുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ കുട്ടികൾ നന്നായി ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷമല്ലേ. സമ്മാനം കിട്ടില്ല എന്നുള്ളതൊക്കെ വേറെ കാര്യം, നന്നായി ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നന്നായിട്ട് പെർഫോം ചെയ്ത് ആ ഒരു കോൺഫിഡൻസ്